ചെന്നിത്തല പുത്തൻകോട്ടയ്ക്കകം ശിവയോഗീശ്വര ക്ഷേത്ര മഠാധിപതി സച്ചിന്മയിയുടെ 64-ാം പിറന്നാൾ ആഘോഷവും പ്രഥമ സച്ചിന്മയി സരസ്വതി പുരസ്കാര സമർപ്പണവും വിവിധ ചടങ്ങുകളോടെ നടന്നു. ജയന്തി സമ്മേളനം ഗാന്ധിഭവൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ചെന്നിത്തല പുത്തൻകോട്ടയ്ക്കകം ശിവയോഗീശ്വര ക്ഷേത്ര മഠാധിപതി സച്ചിന്മയിയുടെ 64-ാം പിറന്നാൾ ആഘോഷവും പ്രഥമ സച്ചിന്മയി സരസ്വതി പുരസ്കാര സമർപ്പണവും നടന്നു. വിവിധ ചടങ്ങുകളോടെയാണ് പരിപാടി നടന്നത്. രാവിലെ 8 മണിക്ക് ക്ഷേത്രതന്ത്രി കലവൂർ രാജീവിന്റെയും മേൽശാന്തി രാജുവിന്റെ കാർമ്മികത്വത്തിൽ കുംഭാഭിഷേകവും പാദപൂജയും നടന്നു. ജയന്തി സമ്മേളനം പത്തനാപുരം ഗാന്ധിഭവൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മൾ ആരും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഈ ഒരമ്മയുടെ മക്കൾ എന്നുള്ള കാഴ്ചപ്പാടിൽ എത്തുവാനാണ് ഇത്തരം ആശ്രമങ്ങൾക്ക് കഴിയുന്നത്. എന്തായാലും ശരി, ഇത് മഹത്തായ ഒരു പുണ്യഭൂമിയാണ്. ആ അമ്മമാർ നന്മയുടെ വഴികളിലൂടെ മാനവികതയെ നയിക്കുകയും ചെയ്യുന്ന, എല്ലാവരും ആത്മസഹോദരരെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് മാതാ സച്ചിന്മയി ദേവി അമ്മ ഇവിടെ നിർവഹിക്കുന്നത്. ആ അമ്മയെ എത്രമാത്രം എല്ലാവരും ആദരിക്കുന്നു. അമ്മയെ കേൾക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. അമ്മ നന്മ മാത്രമാണ്. അമ്മ എന്ന പദം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന അമ്മ കരുതലാണ്, അത് നന്മയാണ്, അത് സ്നേഹമാണ്, ക്ഷമയാണ്, സഹനമാണ്. ആ പ്രവൃത്തിയാണ് അമ്മ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ചിന്മയി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് AN കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ MLA M മുരളി മുഖ്യപ്രഭാഷണം നടത്തി. പുനലൂർ സോമനാഥന്റെ സാന്നിധ്യമാണ് അമ്മയുടെ 64ാമത് ജന്മജയന്തി ഇത്രയും വലിയ ഒരു ചടങ്ങാക്കി മാറ്റുന്നത് അർത്ഥപൂർണമാക്കി. അപൂർവതകളിൽ അപൂർവതകൾ മാത്രമുള്ള ഒരു മനുഷ്യജന്മമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ ഞാൻ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 20-25 വർഷമായിട്ട് പുനലൂരിൽ പോകണം, പത്തനാപുരത്ത് പോകണം എന്ന് ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഇന്ന് അവരത് സാധിച്ചിട്ടില്ല. കാരണം അതിനൊരു കാരണം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് പോകണം, ഒറ്റയ്ക്ക് പോക്കളരുന്നു. കാരണം ഞാൻ TV-യോ മറ്റേ YouTube ചാനലൊന്നും അധികം കാണാറില്ലെങ്കിലും അവരിതെല്ലാം കാണുന്നത് കൊണ്ട് ഒറ്റയ്ക്ക് പോക്കളരുന്നു. അപ്പൊ അത് പറഞ്ഞപ്പോ എന്റെ 3 മക്കളും ഡോക്ടേഴ്സാണ്. ഒരാൾ പത്തനാപുരത്ത് ഗവൺമെന്റ് സർവീസിലാണെങ്കിലും ബിഎഡ് പത്തനാപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. 3 മക്കളും പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളോട് വരാം. ഇവരെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്റെ ഈ ജന്മത്തിൽ കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ ഇപ്പോഴും തെന്മല വഴിയൊക്കെ പോകുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് അപ്പൊ കയറിയാൽ മതി. കയറി 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ എനിക്ക് ശ്രീ TP മാധവനെ പോലെ ഉള്ള ഒരാൾ അവിടെ ഉള്ളപ്പോഴൊന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് സാധിച്ചത്. ഇതൊക്കെ ഒരു സമയമാണ്. ആ സമയത്ത് മാത്രമേ കഴിയുള്ളൂ. പ്രഥമ സച്ചിന്മയി സരസ്വതി പുരസ്കാരം ചലച്ചിത്ര ഗാനരചയിതാവ് ദേവദാസിന് ഡോക്ടർ പുനലൂർ സോമരാജൻ സമ്മാനിച്ചു. പൊതുപ്രവർത്തകനായ ജേക്കബ് ഉമ്മൻ, സാഹിത്യരംഗത്തെ ഡോക്ടർ ഏവൂർ മോഹൻദാസ്, ജീവകാരുണ്യ പ്രവർത്തകനായ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കുർത്തിക്കാട്, ഗവേഷണ രംഗത്തു നിന്നുള്ള ദിവ്യ ദേവകി, സാഹിത്യ രംഗത്തു നിന്നുള്ള സാജിദ് ഖാൻ പനവേലിൽ എന്നിവർക്ക് സച്ചിന്മയി കീർത്തി പുരസ്കാരങ്ങൾ M മുരളി വിതരണം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭ സംസ്ഥാനത്തെ മികച്ച അധ്യാപകർക്ക് നൽകുന്ന ആചാര്യ പുരസ്കാരം കരസ്ഥമാക്കിയ G രാധാകൃഷ്ണൻ, വൈജ്ഞാനിക സാഹിത്യകാരൻ സുരേഷ് മണ്ണാർശാല, മാധ്യമപ്രവർത്തകൻ സനിൽ രാഘവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി. ട്രസ്റ്റ് സെക്രട്ടറി G രാധാകൃഷ്ണൻ, പ്രഭാകരൻ നായർ, സൂരജ് PB, സരസൻ, KJ ശ്രീലേഖ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, ഹരിപ്പാട്.